Hello. 5 raised to 3 into 5 into root 5 divided by 5 raised to minus 7 by 2 equal to 5 raised to a plus 3. ആയാൽ എയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. 5 raised to 3 into 5 into root 5 whole divided by 5 raised to minus 7 by 2 equal to 5 raised to a plus 3. നമുക്കിവിടെ നോക്കി റൂട്ട് 5 എന്ന് പറയുന്നത്, ഇപ്പോൾ റൂട്ട് എ എന്ന് പറയുന്നത് എ റേസ് ടു 1 ബൈ 2 ആണ്. അതേപോലെ 1 ബൈ എ റേസ് ടു മൈനസ് എം എന്ന് പറയുന്നത് എ റേസ് ടു എം ആണ്. ഈ രണ്ടും നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 5 റേസ് ടു 3 ഇൻറ്റു 5 ഇൻറ്റു 5 റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് എ എന്ന് പറയുന്നത് എ റേസ് ടു 1 ബൈ 2 ആണ്. അതേപോലെ 1 ബൈ എ റേസ് ടു മൈനസ് എം എന്ന് പറയുന്നത് എ റേസ് ടു എം ആണ്. സോ ഇവിടെ നമുക്ക് 5 റേസ് ടു 7 ബൈ 2 എന്ന് എഴുതാം, ഈക്വൽ ടു 5 റേസ് ടു എ പ്ലസ് 3. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇവിടെ നോക്കി 5 റേസ് ടു 3 ഇൻറ്റു 5 ഇൻറ്റു 5 റേസ് ടു 1 ബൈ 2 ഇൻറ്റു 5 റേസ് ടു 7 ബൈ 2. നമുക്കിതിനെല്ലാം കൂടെ പ്ലസ് ചെയ്യാം. നോക്കിയപ്പോൾ 5 റേസ് ടു 3 പ്ലസ് 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 7 ബൈ 2 ഈക്വൽ ടു 5 റേസ് ടു എ പ്ലസ് 3. ഇവിടെ നോക്കി 1 ബൈ 2 പ്ലസ് 7 ബൈ 2 ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 7 പ്ലസ് 1 ദാറ്റ് ഈസ് 8 ബൈ 2 ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, അതുപോലെ 3 പ്ലസ് 1 4. അപ്പോൾ 4 പ്ലസ് 4 ഈസ് 8. 5 റേസ് ടു 8 ഈസ് ഈക്വൽ ടു 5 റേസ് ടു എ പ്ലസ് 3. ബേസ് സെയിം ആണ്, സോ ഇവിടെ പവേഴ്സും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 8. എ ഈസ് ഈക്വൽ ടു 3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 3 ആവും. 8 മൈനസ് 3 ഈസ് 5. എയുടെ വാല്യൂ നമുക്കിവിടെ 5 ആണെന്ന് കിട്ടി. ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാം.